ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. കന്തനോട് മന്ദൻ ചെയ്തി മന്ദനാം കാന്തൻ തേരാ, ഇങ്ങനൊരു ചൊല്ലുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. അതിന് മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ 350 കൂടുതൽ വീഡിയോകളുണ്ട്. അതിൽ അസ്ട്രോളജി പഠിക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞ് ഓൾറെഡി പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ടിപ്സ് ബൈ ടിപ്സ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. കേരള അസ്ട്രോളജിയിലെയും തമിഴ് അസ്ട്രോളജിയിലെയും ഒത്തിരി വീഡിയോകൾ ചാനലിലുണ്ട്. കൂടാതെ 4-5 മെയിൻ കൺസെപ്റ്റ്സ് ഫുൾ ആയിട്ട് ലൈവ് വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കാര്യം എന്താ? കന്തനോട് മന്ദൻ മന്ദനാം കാന്തൻ തേരാ, ഇതാണ് കാഴ്ച. കന്തനോട് മന്ദൻ ശരി, ഇതൊരു ഗ്രഹച്ചേർക്കയാണ് കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറെ ഗ്രഹച്ചേർക്കകൾ നോക്കി. അതായത് ഗ്രഹയോഗം, ഒരു ഗ്രഹം വേറൊരു ഗ്രഹവുമായിട്ട് യോഗം ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട. ഡെപ്തിലേക്ക് പോകുമ്പോൾ ഈ റൂള് ചെക്ക് ചെയ്തിട്ടുള്ള അടുത്ത റൂളിലേക്ക് പോകാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന റൂള് നമ്മൾ നോക്കണം, വെദർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓർ നോട്ട് എന്ന് നോക്കിയിട്ട് വേണം അടുത്ത സബ് റൂളിലേക്ക് പോകാൻ. അതായത് വിധിയാണെങ്കിൽ വിധി വിലക്ക് നോക്കേണ്ടത്, ഈ വിധി ഉണ്ടെങ്കിൽ മാത്രം വിലക്ക് നോക്കിയാൽ മതി. അപ്പൊ കന്തൻ എന്ന് പറഞ്ഞാല് ചൊവ്വ, മന്ദൻ എന്ന് പറഞ്ഞാൽ ശനി. ചൊവ്വ പ്ലസ് ശനി, ചൊവ്വ ശനിയോട് ചേരുക. ഇത് രണ്ടിനും രണ്ട് എഫക്റ്റ് ആണ്. ശനി ചൊവ്വയോട് ചേർന്നാലും ചൊവ്വ ശനിയോട് ചേർന്നാലും രണ്ട് എഫക്റ്റ് ആണ്. അപ്പൊ കന്തനോട് മന്ദൻ ചേരുന്നത് പറഞ്ഞാൽ ചൊവ്വയോട് ശനി. അപ്പൊ കന്തൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ, അതിനോട് ശനി ചേരുക. അപ്പോ ചൊവ്വയോട് ശനി ജോയിൻ ആയിട്ടുണ്ട്. ഡിഗ്രി വൈസ് നോക്കിയാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. മന്ദനാം കാന്തൻ തേരാ, അതായത് കാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭർത്താവ്. അപ്പൊ മന്ദനായിരിക്കും. മന്ദബുദ്ധി എന്നല്ല, അല്പം സ്ലോ ആയിരിക്കും. പല കാര്യങ്ങളിലും ഇയാള് വളരെ സ്ലോ ആയിരിക്കും, കുറച്ച് മടിയനായിരിക്കും. ആ വൈഫിന് ഇതുവരെ യോഗം ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ഓക്കെ, നോ പ്രോബ്ലം. അതല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്യുക. ടൈമിങ്, ഈ വൈഫായിട്ടുള്ള ടൈമിങ്, ഒരു കാര്യം പറയുമ്പോൾ തന്നെ ആയിരിക്കില്ല, അതിനെ കുറിച്ച് അറിയുന്ന വേറെ സമയത്തായിരിക്കും. ഇവർ രണ്ടുപേരുടെ മെന്റൽ ടൈമിങ് വ്യത്യാസം ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം. അപ്പോ 7ാം ഭാവമായിട്ട് കണക്ട് ചെയ്തിരുന്ന പിന്നെ പറയണ്ട. 7th ഹൗസിലാണെങ്കിൽ ഇങ്ങനെയുള്ളത് വരികയാണെങ്കിൽ അത് ദാമ്പത്യ പ്രശ്നത്തെ കാണിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. കാര്യം ചൊവ്വ കണവനാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭർത്താവാണ് സ്ത്രീക്ക്, അത് പാതുകാപ്പ് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ചൊവ്വ പ്ലസ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭർത്താവിന് ചൊവ്വയ്ക്ക് ശനിയുടെ ഗുണമായിട്ടുള്ള മടി, അലസത, മാലിന്യം അല്ലെങ്കിൽ വൃത്തിയില്ലാതെ നിൽക്കുക, വൃത്തിഹീനത, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ സ്ത്രീയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് വല്ല മെക്കാനിക്കൽ എഞ്ചിനീയറോ സിവിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോ, അല്ലെങ്കിൽ പഴയ വാഹനം വാങ്ങിയിട്ട് വിൽക്കുക, പഴയ വീട് പൊളിച്ചു മേഞ്ഞ് ചെയ്തു കൊടുക്കുക, ഇത്തരത്തിലുള്ള ജോബുകളൊക്കെ ആണെങ്കിൽ ഒരു യാതൊരു പ്രശ്നമല്ല. കാരണം അദ്ദേഹം ചൊവ്വ ശനി എന്ന് പറയുന്ന കോമ്പിനേഷനിലുള്ള ജോബാണ് ചെയ്യുന്നത്. അപ്പൊ ആ ജോബ് വരികയാണെങ്കിൽ ഈ സ്വഭാവം വന്നില്ല. സ്വഭാവത്തിൽ മാറ്റം വന്നിട്ട് അത് ഔട്ടർ ആയിട്ടുള്ള വേൾഡിൽ, അതായത് ഔട്ടർ കാലഘട്ടത്തിൽ അത് ഭവിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇന്നർ കാലഘട്ടത്തില് ഇല്ലാത്ത ഔട്ടർ കാലഘട്ടത്തിൽ ഭവിക്കും. ഔട്ടർ കാലഘട്ടത്തിലുള്ള ഇന്നർ കാലഘട്ടം. അപ്പൊ സോംബേരിത്തം എന്ന് പറയുന്ന മടി, അലസത മുതലായ കാര്യങ്ങളും പഴയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുക, പഴയ രീതിയിലുള്ള നടത്തം, പഴയ വസ്തുക്കൾ ഉപയോഗിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് താല്പര്യം ഉണ്ടാകും.
അപ്പൊ അതിനോട് അടുപ്പിച്ചിട്ടുള്ള അതുമായിട്ട് അത് ഇന്നർക്കാകത്തുണ്ടെങ്കിൽ ജോബ്, പഴയ വസ്തുക്കളുടെ ഡീലിംഗ് നടത്തുക, വാഹനം, വസ്തു, യന്ത്രം, സാമഗ്രികള്, ഇങ്ങനെയൊക്കെയുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ വിഷയം വന്നില്ല. പക്ഷെ അല്ലെങ്കിൽ ഇത് വരാം. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കാലപുരുഷന്റെ ലഗ്നവും 8 ചൊവ്വയാണ്, അഷ്ടമാധിപതിയാണ് ചൊവ്വ. ഇവിടെ 8ാം ഭാവത്തിനാണോ ലഗ്നത്തിനാണോ പവർ കൂടുതലെന്ന് നോക്കണം. അത് നോക്കണമെങ്കിൽ നിങ്ങൾ ഷഡ്ബലങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ആധിപത്യത്തിന്റെ ദൃഷ്ടി യോഗാദികൾ നോക്കി ബലം എഴുതാൻ നോക്കണം. 8ന് ബലം കൂടി കഴിഞ്ഞാൽ തെറ്റ് തട്ടും. 2 ശനി എന്ന് പറയുന്നത് 11ാം ഭാവമാണ്, 10ാം ഭാവമാണ്. കർമ്മലാഭാധിപത്യം ഉണ്ടെങ്കിലും ഇവിടെ ലാഭാധിപത്യത്തിന് ഉൾപ്പെടെ അല്ലാതെ ഇവിടെ ബാധാധിപത്യം. അപ്പൊ ഇത് ബാധയായിട്ട് വരും, ലാഭമായിട്ട് വരും, കർമ്മമായിട്ട് വരും നോക്കണം. ഇവിടെ ബാധയായിട്ട് വരുന്ന സമയത്ത് ഇഷ്ടഭാവമായിട്ടുള്ള കഷ്ടത, 8 കഷ്ടത എന്ന് പറയുന്ന അവസ്ഥ കൂടുതലും ബാധാധിപത്യം കൂടുതലും ഉള്ള ഒരു ജാതകത്തിലാണെങ്കിൽ മന്ദൻ കന്ദനോട് ചേരുക, ചൊവ്വയോട് ചേർന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ വിഷയമാവും. ഈ ഒരു ഗ്രഹം യോജിപ്പ് ഏത് ഭാവത്തിൽ കണ്ടാലും ആ ഭാവത്തെ എടുത്ത് നോക്കണം. ഇവിടെ ഇപ്പൊ 2ന് കണ്ടു കഴിഞ്ഞാൽ അവര് വിടുവായി ആയിട്ട് വരും. തോമനൊക്കെ പെട്ടെന്ന് ആലോചിക്കാതെ എടുത്ത് സംസാരിക്കും, സ്പീഡ് ഉണ്ടാവും. പക്ഷെ സംസാരം ആണല്ലോ ഉണ്ടാവും, വിടുവായിത്തരം പറയും, ഊളത്തരം ഇപ്പൊ പറഞ്ഞിരിക്കും. അതൊക്കെ അതുപോലെ തന്നെ അശ്ലീലം സംസാരിക്കുക, വാശിയോടുകൂടി സംസാരിക്കുക, എവിടെയാണെന്ന് നോക്കാണ്ട് ദൂഷിച്ച വാക്കുകൾ ഇതൊക്കെ ഉണ്ടാവും. ഇനി സ്ത്രീകൾക്ക് ഇതിപ്പോ 7ാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് ഭർത്താവിന് പ്രശ്നം ഉണ്ടാവുന്നു. ഇനി 3ാം ഭാവത്തിലാണ് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും സഹോദരനായിരിക്കും പ്രശ്നം വരിക. ചൊവ്വ സഹോദരൻ കൂടിയാണല്ലോ. അപ്പോൾ സഹോദരനായിട്ട് 3ാം ഭാവം ഏതെങ്കിലും തരത്തില് വർണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രഹച്ചേർക്കை എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മുന്നേ. ഗ്രഹം നിൽക്കണമെന്നില്ല, നോക്കിയാൽ മതി, പരിവർത്തനം ചെയ്താൽ മതി, ആധിപത്യം വാങ്ങിയാൽ മതി. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള റൂളുമുണ്ട്. സാരം വാങ്ങിയാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള റൂളുകൾ, ഓരോന്നിനും ഓരോ റൂളുകളാണ്. ആധിപത്യം വാങ്ങുന്നതിനുള്ള ഫലമല്ല ഗ്രഹം നോക്കുന്നതിനുള്ള ഫലം, ഗ്രഹം പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഫലം. ഇതൊക്കെ ലോജിക്കലി നിങ്ങൾ പഠിച്ചു വെച്ചാൽ ക്ലാരിറ്റി ഉണ്ടാവും. ഇതൊക്കെ മുന്നേ പല വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്ന. അതുകൊണ്ടാണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ക്ലസ്റ്ററായിട്ട് തോന്നും, ഒരു എത്തും പിടി കിട്ടാത്തതായിട്ട് തോന്നും. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. കന്ദൻ മന്ദനോട് ശരി, മന്ദനം കാന്തൻ തേര എന്ന് പറയുന്ന ഈ റൂളാണ് ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ദാമ്പത്യ പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾ വളരെ ശ്രദ്ധിച്ച് വേണം പ്രേമത്തിലൊക്കെ ഇടപെടാനായിട്ട്. അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള ജാതകങ്ങളെ കല്യാണം കഴിച്ചതാണ് നല്ലതായിട്ട് വരിക. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താൻ ഇത്തരമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓം നമഃ ശിവായ.